പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുപോലെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. ഈ കണ്ണൂർ ജില്ലയിലെ BJP നേതൃത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്, അതൊരു സുഖകരമായ കാര്യമല്ലാതെ. ഞാൻ കൂടുതൽ ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ഹൈടെക് യുഗമാണ്. ഈ ഹൈടെക് യുഗത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ആളുകളൊക്കെ അവരവരുടെ പ്രവർത്തനം ഈ മൊബൈൽ ഫോണുകളിൽ കൂടി നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അത് ആവശ്യവുമാണ്. ഈ കാലഘട്ടത്തിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സകല സാധ്യതകളും സിദ്ധികളും മറ്റെല്ലാ രംഗത്തും പ്രയോജനപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും സംഘടനാ പ്രവർത്തനത്തിലും അതെല്ലാം നമുക്ക് വളരെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഹൈടെക്കിന്റെ മാത്രം പാർട്ടിയല്ല, നാം ബൈടെക്കിന്റെ കൂടി പാർട്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ബൈടെക് മണ്ണിലാണ്, ഹൈടെക് ആകാശത്തിലാണ്. ഈ ആകാശത്തിൽ കൂടെയുള്ള ഗഗനസഞ്ചാരികളായി പോകുന്ന ആളുകളുണ്ടല്ലോ, അത് നമുക്ക് ഭാവിയിൽ അത്ര ഗുണം ചെയ്യില്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആകാശപ്പറവുകളെ പോലെ പറന്നു പോവുകയല്ല, മണ്ണിൽ പരുപരുത്ത മണ്ണിൽ പച്ച മനുഷ്യന്റെ കൂടെ നിന്ന് ബൈടെക്കിൽ കൂടിയിട്ടാണ് നമ്മുടെ സംഘടന വളർന്നത് എന്ന് നമ്മുടെ ചരിത്ര സത്യത്തെ എന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ ഹൈടെക്കിൽ കൂടി നമ്മൾ പോകാൻ. അതുകൊണ്ട് ബൈടെക്കും ഹൈടെക്കും കൂടി യോജിപ്പിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള പ്രാപ്തിയും കഴിവുമെല്ലാം നമ്മുടെ പുതിയ സാരഥികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.